യോഗ്യതയുള്ളതെന്ന്. ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. എല്ലാവരും പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ചു പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഈ കേൾക്കുന്നത് ബിന്ദുവിന്റെ ശബ്ദമാണ്. ഗണേഷ് കുമാറിന്റെ രണ്ടാമത്തെ ഭാര്യ എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ശബ്ദമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറകുള്ള സത്യാവസ്ഥ ഒന്നും അറിയില്ല. ഇതിന്റെ ഏതായാലും കേട്ടോ. ചാടിയോടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ? ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അതെ, അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥിയൊന്നും അല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചു. രണ്ടു തരത്തിലാണ് BJP-ക്കാരെല്ലാവരും കൂടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗണേഷ് കുമാർ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന ഭാഗമാണ് ഇതെന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ കൃത്യമായിട്ടും ഇതിനെതിരെ ഇപ്പോൾ ഈ ഒരു സംഗതിയൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ ഇലക്ഷൻ എടുക്കാറായി. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. ഈ ഒരു CPM-ന്റെ ഈ ഒരു ഗവൺമെന്റ്, LDF-ന്റെ ഒരു ഗവൺമെന്റിലെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരാളെ കരിവരിച്ചേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ നടക്കുന്നത് എന്നും ഇപ്പോൾ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നിങ്ങൾ ആരും ഇടപെടണ്ട എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളിലേക്ക് നമ്മുടെ ഗണേഷ് കുമാർ എത്തുന്നുണ്ട്. ഇതിനെതിരെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഗതികളൊക്കെ നടക്കുന്നുണ്ട്, ഭയങ്കര വൃത്തികെട്ട രീതിയിൽ ഇവിടെ പലതും നടക്കുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ആളുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. സത്യം പറയാലോ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്നൊക്കെ അറിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് ഇങ്ങനത്തെ എന്തോ ഒരു ഇല്ലീഗലായിട്ട് ചില റിലേഷൻസ് ഒക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ ഗണേഷ് കുമാർ ഇടപെട്ടു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര തമാശയൊക്കെ തോന്നിപ്പോയി. യോഗ്യതയുള്ളതെന്ന്. ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് എനിക്ക് എൻ്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ KB ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടാ, ഈ ചെങ്ങാതി എന്ത് ധൈര്യത്തിലാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? അല്ലെങ്കിൽ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയത്. എന്താ ഇതെനിക്ക് തോന്നിപ്പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇത് ഇലക്ഷൻ എടുക്കുമ്പോഴോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചില പുഴുക്കുത്തുകളൊക്കെ, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലെ ചില പ്രശ്നങ്ങൾ ആളുകളൊക്കെ എടുത്തിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെടുത്ത് അലക്കാറുണ്ട്. അതിന് ഭാഗമായിട്ട് അലക്കിയതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്കും വരുന്നതെന്നുള്ളതാണ്. എന്തൊക്കെയും വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ മുഖത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുവരേക്കും ബൈ.